ഈ കോൺഗ്രസിൽ ബി.ജെ.പിയുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്ന രാഹുലിന്റെ പ്രസ്താവന അത് കോൺഗ്രസിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിക്ക്, ഒരു ഇംപ്ലോഷൻ അല്ലെ, ഉള്ളിൽ തന്നെ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട്. മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് ഇതിലൊരു മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ആ സാഹചര്യം? 2 ദിവസം മുമ്പ്, അതായത് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാവും നമ്മുടെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഗുജറാത്ത് സന്ദർശനത്തിലാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കോൺഗ്രസിന്റെ പ്രാദേശിക തലം തൊട്ട്, അതായത് മണ്ഡലം, ബ്ലോക്ക്, DCC, അതുപോലെ ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ഈ പല വിവിധ തട്ടിലുള്ള നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം ഒരു സമ്പർക്ക പരിപാടി, ഇന്ററാക്ഷൻ ആസൂത്രണം ചെയ്തിരുന്നു. ആ ഇന്ററാക്ഷൻ ഇടയ്ക്ക് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് പറയുന്നത്, കോൺഗ്രസിനുള്ളിൽ BJP എന്നല്ല അദ്ദേഹം പറയുന്നത്, RSSനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന കോൺഗ്രസിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഒരു വിഭാഗം. മറ്റൊന്ന് RSSനെ പിണക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം. ഈ രണ്ടാമത്തെ വിഭാഗം അവരാണ് ഇപ്പോൾ കോൺഗ്രസിനെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതെന്നും അത്തരക്കാര് ചിന്താഗതി മാറ്റണമെന്നും അവര് സർക്കാരിനെതിരെയും അതുപോലെ കോൺഗ്രസിന്റെ നയപരിപാടികൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരണമെന്നും ഒക്കെയാണ് രാഹുൽ ഗാന്ധി അവിടെ അഭിപ്രായപ്പെട്ടത്. ഇതിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. അത് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും പഴയകാലത്ത് AICC ജനറൽ സെക്രട്ടറിയും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവും BJP വിരുദ്ധനുമായിരുന്ന ദിഗ്വിജയ് സിംഗ്. ആ ദിഗ്വിജയ് സിംഗ് അതിനൊരു മറുപടിയായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ ദിഗ്വിജയ് സിംഗ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഈ BJPയുടെ അല്ലെ RSSന്റെ സ്ലീപ്പർ സെൽ എന്ന് നമ്മൾ പറയുന്ന ഈ ആൾക്കാരെ എന്തുകൊണ്ട് പുറത്താക്കിക്കൂടാ എന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് മറുപടി ആരും പറഞ്ഞു ഞാൻ കണ്ടില്ല. പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ദിഗ്വിജയ് സിംഗ് ശരിവെക്കുകയും ചെയ്തു. അപ്പൊ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു, അദ്ദേഹം മധ്യപ്രദേശിൽ ഇലക്ഷൻ പ്രചരണം നടത്തുമ്പോൾ RSSനെതിരെ സംസാരിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം ചില നേതാക്കന്മാർ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഏത് നേതാക്കന്മാര് ഏത് ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിന് നിർദ്ദേശം വന്നതെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അങ്ങനെ ഒരു നിർദ്ദേശം RSSനെതിരെ സംസാരിക്കരുത്, സംസാരിച്ചാൽ അത് ഹിന്ദുക്കൾക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് യാതൊരു കാരണവശാലും RSSനെ വിമർശിക്കേണ്ട, BJPയെ വിമർശിക്കാം എന്നാണ് അതിന്റെ മറ്റൊരു വശം. അപ്പൊ അങ്ങനെ പുള്ളി പറഞ്ഞില്ലെങ്കിലും RSSനെ BJPയെ വിമർശിക്കാതെ കോൺഗ്രസിന് പ്രചരണം നടത്താൻ പറ്റില്ലല്ലോ. പക്ഷെ RSS എന്ന സംഘടനയെ വിമർശിച്ചാൽ അത് ഹിന്ദു വിരുദ്ധമാവും, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഹിന്ദുക്കൾ ഉണ്ട്, അത്തരം വിമർശനങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം തനിക്ക് ലഭിച്ചിരുന്നതായിട്ട് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കോൺഗ്രസിനുള്ളിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഇത് കാണിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു സെന്ററിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ ആ സെന്ററിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആൾക്കാർ അതിനെ ഇടതു പാർട്ടിയായിട്ട് മാറ്റിയെടുത്തിരിക്കുന്നു. അപ്പൊ ആ ഇടത് പാർട്ടി എന്നുള്ള ഒരു ലേബലിൽ അവര് പലപ്പോഴും ആദ്യം BJPയെ വിമർശിക്കുമ്പോൾ അത് RSS വിമർശനത്തിലോട്ടും, പിന്നെ ഹിന്ദുത്വ വിമർശനം, പിന്നെ അത് ഹിന്ദു വിശ്വാസങ്ങളുടെ വിമർശനം, ഇങ്ങനെ ഒരു 2-3 തലങ്ങളിലേക്ക് അത് നീങ്ങുന്ന നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആശയക്കുഴപ്പം നമ്മൾ ഈ അടുത്ത ദിവസം കണ്ടു. ഷമാ മുഹമ്മദ്, കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കളിൽ ഒരാളായ ഷമാ മുഹമ്മദ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തന്നെ വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളും എത്തിച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ എന്തിനാണ് വിമർശിക്കുന്നത്? ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്ന്, പ്രത്യേകിച്ച് ICC ചാമ്പ്യൻസ് ട്രോഫി നടക്കുമ്പോൾ അവരുടെ മനോവീര്യം തകർക്കുന്ന ഒരു പ്രസ്താവനയും ഒരു രാഷ്ട്രീയ പാർട്ടിയും നടത്തരുത്. അതാണ് അതിന്റെ ഒരു രീതി. അങ്ങനെ ഇന്ത്യയിൽ നടത്താറില്ലായിരുന്നു. ഇപ്പൊ വിദേശ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ടീം പുറത്തു പോകുമ്പോഴോ അത് BJPയുടെ ടീമൊന്നും അല്ലല്ലോ. അതില് അവരെ ഇപ്പൊ അവിടെ പോയി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയിച്ചാൽ അത് BJPയുടെ വിജയവും നരേന്ദ്രമോദിയുടെ വിജയമാകുമെന്നാണ് കോൺഗ്രസിനുള്ളിൽ ഇന്നൊരു ചിന്താധാര. അതായത് പലപ്പോഴും രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ഇടയ്ക്ക് BJP എതിർക്കുമ്പോൾ സ്റ്റേറ്റിനെ തന്നെ നമ്മൾ എതിർക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. അപ്പം കോൺഗ്രസിൽ ഇത് വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം BJP എതിർക്കണമെങ്കിൽ ഭാരതത്തിനെ തന്നെ എതിർക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് അങ്ങനെ ഒരു ചിന്താഗതി കോൺഗ്രസിനുള്ളിൽ വളർന്നു വരികയും
പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ കോൺഗ്രസിനുള്ളിൽ അതിനോട് യോജിക്കാത്തവരുമുണ്ട്. കാരണം അങ്ങനെ ഒരു ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കോൺഗ്രസിന് എത്ര നാൾ നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് പ്രായോഗിക തലത്തിൽ അതിൽ അതിൽ സംശയമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുമുണ്ട്. ഇങ്ങനെ രണ്ട് ആശയ സംഘർഷത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പ്രശ്നം ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കും ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവനയ്ക്കും BJP വക്താവ് ഷഹസാദ് പൂനാവാല ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കോൺഗ്രസിനുള്ളിലെ BJP അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ BJPയോട് മൃദു സമീപനം RSSനോട് മൃദു സമീപനം സ്വീകരിക്കുന്നവരോ ഒന്നും അല്ല കോൺഗ്രസിന്റെ പരാജയം. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഏതാണ്ട് 90 ഇലക്ഷനുകൾ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്തമാണ്, അല്ലെ അദ്ദേഹത്തിന്റെ ചുമലിലാണ് ഇതിന്റെ ഉത്തരവാദിത്തം. അതിന് കോൺഗ്രസിനുള്ളിലെ മറ്റാൾക്കാരെ വിമർശിച്ചിട്ട് കാര്യമില്ല. പിന്നെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ മറ്റൊരു ചിന്താഗതി എന്ന് പറയുന്നത് പിന്നെ RSS എന്ന് പറയുന്നത് ഹിന്ദു സമുദായവുമായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ശങ്കരാചാര്യന്മാരാരും ഈ RSSനെ അനുകൂലിക്കുന്നില്ല. അതാണ് കോൺഗ്രസിന്റെ ഒരു ന്യായീകരണം. അപ്പം ഇന്ത്യയിൽ 4 ശങ്കരമഠങ്ങളുണ്ട്, നമുക്കറിയാം. പിന്നെ പുരി, ശൃംഗേരി, ബദരി, ദ്വാരക പീഠങ്ങളുണ്ട്. അപ്പോൾ ആ ശങ്കരാചാര്യന്മാരൊന്നും തന്നെ ഇലക്ഷനിലൊന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ BJP അനുകൂലിച്ചൊന്നും പ്രസ്താവനകൾ ഇറക്കാറില്ല. പലപ്പോഴും അവർ BJPക്ക് എതിരെ സംസാരിക്കാറുണ്ട്. അതൊക്കെയാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ വലിയൊരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. കാരണം തുടർച്ചയായിട്ട് ഇപ്പം 3ാമത്തെ തവണയാണ് പാർട്ടി ദേശീയ തലത്തിൽ പരാജയപ്പെടുന്നത്. സംസ്ഥാന തലങ്ങളിലും പാർട്ടി ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. പലയിടത്തും കോൺഗ്രസിന് 2ാം സ്ഥാനമൊന്നുമില്ല. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഈ പ്രസ്താവന നടത്തിയ സ്ഥലം ഗുജറാത്താണ്. അവിടെ കോൺഗ്രസിന്റെ സ്ഥിതി മറ്റ് പല സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് മെച്ചമാണ്. കാരണം അവിടെ 2ാം സ്ഥാനമുണ്ട്. ഈ 2ാം സ്ഥാനം അത്ര മോശമല്ല. കാരണം 2ാം സ്ഥാനത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 1ാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യത, വാതിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ തമിഴ്നാട് നോക്ക്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാനുള്ള വിദൂര സാധ്യത പോലുമില്ല. കാരണം കോൺഗ്രസിന് അവിടെ 4ഓ 5ഓ സ്ഥാനമൊക്കെയാണ്. ഉത്തർപ്രദേശ് നോക്ക്, അവിടെ ഒന്നും ഒരു രക്ഷയുമില്ല. എന്തിന് ഡൽഹിയിൽ പോലും കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ല. അപ്പോൾ ഗുജറാത്തിലെ സ്ഥിതി അതിനേക്കാൾ വളരെ മെച്ചമാണ്. ഗുജറാത്തിലെ മുഖ്യ പ്രതിപക്ഷമാണ് കോൺഗ്രസ്. ഗുജറാത്തിലെ പ്രശ്നം കോൺഗ്രസിനെ 1980കൾക്ക് ശേഷം കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2017 തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 17 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 17-18 കാലഘട്ടത്തിൽ കോൺഗ്രസ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. ശരിക്കും BJPക്ക് അവിടെ അന്ന് കേവല ഭൂരിപക്ഷത്തിന് 1-2 സീറ്റ് കുറവാണ് കിട്ടിയത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP തന്നെയാണ് വന്നത്. പക്ഷെ കോൺഗ്രസിന് 70ഓളം സീറ്റുകൾ കിട്ടിയിരുന്നു. 70-ലധികം സീറ്റ് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. മനസ്സിലായോ? പിന്നെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. അപ്പോൾ ചില നേട്ടങ്ങൾ, ഇപ്പം മധ്യപ്രദേശിൽ തന്നെ ഈ 2017-18 കാലഘട്ടത്തിൽ ഒരു ഇലക്ഷൻ നടന്നു. അന്ന് കമൽനാഥിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പക്ഷെ പിന്നീട് കോൺഗ്രസിന് ആ നേട്ടം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് പ്രശ്നം കോൺഗ്രസിന്റെ എന്നല്ല, രാഹുൽ ഗാന്ധിയുടെയാണ് പ്രശ്നം. അത് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. അദ്ദേഹം അതിന് മറ്റുള്ളവരെയൊക്കെ പഴി പറയുകയാണ്. എ ബാഡ് വർക്കർ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതാണ് ഇവിടെ എപ്പോഴും കോൺഗ്രസിൽ സംഭവിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത്. താങ്ക്സ്.